നമസ്കാരം. മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. പ്രശോഭ, ഇന്നലെ നമ്മൾ ഷാഫിയുടെ കാര്യം പറഞ്ഞു. സുരേഷ് ബാബു ഇപ്പോൾ വീണ്ടും മലക്കം മറിയുന്ന തരത്തിലാണ് ഇന്ന് വരുന്ന പ്രസ്താവന. അപ്പോൾ വീണ്ടും എൻ്റെ വായിക്കാത്തോട്ട് കമ്പിയിട്ട് തുറക്കണ്ട, അങ്ങനെയാണെങ്കിൽ ഞാൻ പലതും പുറത്തു വിടുമെന്നൊരു ബ്ലാക്ക് മെയിലിങ്ങും കൂടെ ഭീഷണിയായിട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് ചില കോൺഗ്രസ് നേതാക്കൾ, പാലക്കാട് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു, ഷാഫിക്ക് കൊടുക്കുന്ന ഒരു പിന്തുണ എന്തുകൊണ്ട് രാഹുലിന് കൊടുക്കുന്നില്ല, ഇതൊരു ഇരട്ടത്താപ്പല്ലേ. മാത്രമല്ല സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഒരുപക്ഷെ രാഹുലിന് വേണ്ടിയിട്ട് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ വീഡിയോസൊക്കെ ചെയ്യുന്ന സദ്ദാം ഹുസൈൻ എന്ന് പറഞ്ഞ നേതാവ് പറയുന്നത്, രാഹുൽ എന്തായാലും ചില കാര്യങ്ങൾ പുറത്തു പറയും, അത് ഉടനെ തന്നെ. അന്നേരം ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യം. അപ്പോൾ ഇതിൽ കോൺഗ്രസിൽ വലിയ ചില കാര്യങ്ങൾ ഒരു ഭാഗത്ത് ഉടലെടുക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഷാഫിക്ക് വലിയൊരു പിന്തുണയാണ് വരുന്നത്. CPM തന്നെ ഇപ്പോൾ അട്ടപട്ടലം വെട്ടിലായിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ പുറത്തു വരുന്നു, ഷാഫിക്ക് അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ കോൺഗ്രസ്സിൽ ഇട്ട് പണി കൊടുത്തത് ഇപ്പോൾ തിരിച്ച് ബൂമറാങ് പോലെ CPM-നിട്ട് ഓരോന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ ചർച്ചയിൽ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഇത് കോൺഗ്രസിന്റെ ഷാഫിക്ക് നേരെ ഉയർന്നിരിക്കുന്ന ഈ ആരോപണം CPM-ൽ ഒരു നേതാക്കളും ഏറ്റെടുക്കാൻ തയ്യാറാകില്ല എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. അക്ഷരാർത്ഥത്തിൽ അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇന്നിപ്പോൾ പല വാർത്തകളും പുറത്തേക്ക് വരുന്നത്. അതായത് CPM-ൽ വലിയ എതിർപ്പ് ഈ വിഷയത്തിൽ ഉയരുന്നു. ഷാഫിക്ക് നേരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് കൃത്യമായി തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രം മതിയായിരുന്നു എന്നുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ ഈ പറയുന്ന സുരേഷ് ബാബുവിന് നേരെ ഉയരുന്നത്. സുരേഷ് ബാബു ഇന്നിപ്പോൾ പറയുന്നത്, എന്റെ വായിൽ വീണ്ടും കോലിട്ട് കുത്താൻ വന്നാൽ നാറുന്ന പല കഥകളും പുറത്തു പറയുമെന്ന്. ഈ പറയും എന്ന് പറയുന്നതല്ലാതെ എന്തുകൊണ്ട് പറയുന്നില്ല? അങ്ങ് പറഞ്ഞുകൂടെ? നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെയും അല്ലല്ലോ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്, ഷാഫിക്ക് നേരെയാണ്, നിങ്ങളുടെ എതിരാളിയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഞാനിപ്പോ പൊട്ടിക്കും എന്ന് പറയുന്നതല്ലാതെ പൊട്ടിക്കുന്നില്ല? അല്ലെ, ശരിക്കും ഷാഫിയെ പറ്റി ഒരുപക്ഷെ സുരേഷ് ബാബുവിനെ അറിയത്തില്ല. നമ്മൾ ഒന്ന് ഷാഫിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് നോക്കിയാൽ, പാലക്കാട് കഴിഞ്ഞ 13 വർഷങ്ങളായിട്ട് MLA ആയിരിക്കുന്ന, പിന്നീട് MP ആയിട്ട് വടകരയിൽ. നമുക്ക് പാലക്കാട് ഒരുപക്ഷെ സംഘപരിവാറിന്റെ ഒരു കോട്ടയ്ക്കകത്ത് നിന്നാണ് 13 വർഷം നിന്നത്. ഒരുപക്ഷെ RSSന് പോലും ഷാഫിയുടെ ഒരു പേരോ അല്ലെങ്കിൽ ഒരു മതമോ ഇതുവരെ ഒരു വിമർശനം RSS പോലും അല്ലെങ്കിൽ BJP പോലും ഉയർത്താത്ത ഇടത്താണ് പലപ്പോഴും CPM ഷാഫിയെ കടന്നാക്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം അത് വടകരയിൽ ഒരുപക്ഷെ CPM-ന്റെ കോട്ടയ്ക്കകത്ത് പോരാടിയ ഷാഫിക്ക് വലിയൊരു വർഗീയവാദി എന്നുള്ള രീതിയിലാണ് ചിത്രീകരിച്ച്. നമ്മൾ അറിയാം, ആ പോസ്റ്ററൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം പാലക്കാടില്ലാത്ത ഒരു വല്ലാത്ത തേജോവധമാണ് വടകരയിൽ നമ്മൾ കണ്ടത്. അത് അന്നു മുതൽ CPM-ന്റെ ഒരു വല്ലാത്ത ശത്രുവായി ഷാഫി മാറി. അന്നു മുതൽ ഉന്നം വെച്ചിരിക്കുമായിരുന്നു എന്ത് കിട്ടുമെന്ന്. രാഹുൽ വീണപ്പോൾ തൊട്ടടുത്ത ദിവസം ഷാഫിക്കെതിരെയായിരുന്നു. അപ്പോൾ ഷാഫിയെ വീഴ്ത്താൻ വേണ്ടിയിട്ട് രാഹുലിനെ ആദ്യം വീഴ്ത്തുന്നു, ഇപ്പോൾ ഷാഫിയിലേക്ക് തിരിയുന്നു. പക്ഷെ ഒരു കാലത്തും പാലക്കാട് എന്തുകൊണ്ടാണ് രാഹുലിനെ പോലുള്ള ഒരു വ്യക്തി അവിടെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ഒരുപക്ഷെ ഷാഫിക്ക് കിട്ടിയതിനേക്കാളും ഒരു പിന്തുണ രാഹുലിന് കിട്ടിയത് ഷാഫിയുടെ അത്രയും വർഷത്തെ ഒരു ജനങ്ങളോടുള്ള ഒരു ഇടപെടലാണ്. പലപ്പോഴും നമുക്കറിയാം, പാലക്കാട് മറ്റേ രഥോത്സവമൊക്കെ നടക്കുമ്പോൾ ഷാഫി ആദ്യം മുതൽ അവസാനം വരെ അവിടെ ഒരു മതത്തിന്റെയോ വർഗത്തിന്റെയോ ഒന്നുമില്ലാതെ സാധാ ജനങ്ങളുടെ കൂടെ അവരോടൊപ്പം തന്നെ ആ രഥോത്സവത്തിൽ പങ്കെടുക്കുന്ന ഒരു സാധാരണ മനുഷ്യനെ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. പലപ്പോഴും ജനങ്ങളിലേക്കുള്ള ഇടപെടൽ, അവരുടെ സംസാരം, സഭ്യതയുള്ള ഭാഷ, ഇതൊക്കെ ഒരുപക്ഷെ ഷാഫിയെ മറ്റുള്ള നേതാക്കളിൽ നിന്നൊക്കെ വലിയ വേർതിരിവുണ്ട്. അതുകൊണ്ടാണ് പാലക്കാട് ഉള്ള ഹിന്ദുക്കളുടെ കൂടുതൽ ഹിന്ദു ഭൂരിപക്ഷം, മുസ്ലിം ഭൂരിപക്ഷം ഒക്കെ ഷാഫിക്ക്, ക്രിസ്ത്യൻ ഒക്കെ വോട്ടുകൾ, ഒരുപക്ഷെ CPM-ന്റെ വോട്ടുകൾ പോലും ഷാഫിക്ക് മറിയാൻ കാരണം ഷാഫിയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ ഷാഫിയുടെ ചില വ്യക്തിത്വങ്ങൾ, അത് ഒരുപക്ഷെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഷാഫിയെ അറിയാണ്ട് സംസാരിച്ചു. ഒരുപക്ഷെ പലപ്പോഴും യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഷാഫിക്കെതിരെ പ്രയോഗിക്കരുത്. വേറെ ഏതാ നേതാവാണ് ഷാഫിക്കെതിരെ ഉതിർക്കുന്നത്? ഒരുപക്ഷെ മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഷാഫി ഒരു പ്രതിനിധിയാണ് കോൺഗ്രസിന്റെ. പക്ഷെ അത് മനസ്സിലാക്കാതെ CPM-ന്റെ ഇത്തരത്തിലുള്ള ലോക്കൽ നേതാക്കന്മാർ എന്ത് കണ്ടിട്ടാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. അത് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ, അതായത് ലോക്കൽ നേതാക്കളാണ് ഈ വിഷയം, അങ്ങ് നേതാക്കൾ എന്ന് പോലും പറയാൻ പറ്റത്തില്ല. ഈ പറയുന്ന സുരേഷ് ബാബു മാത്രമാണ് പുള്ളിപ്പോ വൈറലായി. അതിന് വേണ്ടിയിട്ട് അല്ല, ഇപ്പം ഈ രാഹുൽ ഷാഫി വിഷയമൊക്കെ വരുമ്പോൾ പല ലോക്കൽ നേതാക്കൾ ഇങ്ങനെ മാധ്യമങ്ങളുടെ മുമ്പ് ഇങ്ങനെ വരുന്നു, ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, അതിന് പുറകെ മയക്ക് തൂങ്ങി നിൽക്കുന്നു. സത്യം പറഞ്ഞ
പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം ഇപ്പോഴൊക്കെ ഈ ലോക്കൽ നേതാക്കൾക്ക് വരുന്നത്. കാരണം കോൺഗ്രസിലെ രാഹുലിനെതിരെ തിരിയുന്ന ആരാണ്? സാധാ ലോക്കൽ നേതാക്കൾ. യൂത്ത് കോൺഗ്രസിലേക്ക് ഏറ്റവും താഴെ കിടക്കുന്നവരൊക്കെയാണ് ഓരോന്ന് പറയുന്നത്. അത് സ്ത്രീകളാണ്. അവർക്കൊന്ന് വൈറലാവണം, ഞാൻ ഈ പാർട്ടിയിലൊക്കെ ഉണ്ടേ എന്നുള്ളത് കാണി. സുരേഷ് ബാബുവിനെ ഒന്നും എനിക്കൊന്നും അധികം പരിചയമൊന്നുമില്ല, ഒരു പക്ഷെ പല ആൾക്കാർക്കും പരിചയമില്ല. പക്ഷെ ഞാനൊന്ന് ആളാണേ, എന്റെ നിലപാട് ഇങ്ങനെയാണേ, ഞാനെന്ന് പറയുന്ന ഒരു പ്രവർത്തകൻ ഇവിടെ ഉണ്ട്, CPM പോലും എന്നെ കാണുന്നില്ല, ഇനിയെങ്കിലും എന്നെ ഒന്ന് നിരീക്ഷിച്ചാൽ കൊള്ളാം എന്നുള്ളൊരു രീതിയിലല്ലേ സുരേഷ് ബാബുവിന്റെ പ്രവർത്തനം? ഉറപ്പായിട്ടും ഈ ഒന്ന് ആളാകാൻ നോക്കിയതാണ്, പക്ഷേ ചീറ്റിപ്പോയി. ഇന്നിപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ എത്തിയ AK ബാലനോട് മാധ്യമങ്ങൾ ഈ ചോദ്യം ഉന്നയിക്കുമ്പോൾ ബാലൻ പറയുന്നത്, സുരേഷ് ബാബു അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ തെളിവ് അയാൾ തന്നെ കൊടുക്കട്ടെ, അത് പാർട്ടിയുടെ ഉത്തരവാദിത്തമല്ല എന്ന് AK ബാലൻ പൂർണ്ണമായി പറഞ്ഞ് കൈയൊഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയും. ഷാഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിവാദത്തിൽ എനിക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല അതിനകത്തിൽ പ്രതികരിക്കാൻ. അതുകൊണ്ടാണ് AK ബാലൻ മന്ത്രി രാജീവ് ആരും ഇത് ഏറ്റെടുക്കാൻ, അതായത് ഒരു നേതാക്കളും ഈ വിഷയം ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ DYFIയുടെയും SFIയുടെയും ഒന്നും സൈബർ ഗ്രൂപ്പുകൾ പോലും ഈ വിഷയം ഏറ്റെടുത്തില്ല. കാരണം വടകരയിൽ അവർക്ക് മനസ്സിലായതാണ് ഷാഫി എന്താണ് എന്നുള്ളത്. അവരുടെ ഒരു വിചാരമുണ്ടായിരുന്നു പാലക്കാട് മാത്രമാണ് ഈ പറയുന്ന പൂർണ്ണമായും ഷാഫി കൈയടക്കി വെച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന സമയത്തൊക്കെ വലിയ പിന്തുണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ പട്ടര വിഭാഗം ഏറ്റവും കൂടുതലുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെയൊക്കെ കയറി ഇറങ്ങി നടക്കാൻ ഞാൻ പറഞ്ഞില്ല, കോട്ടയായിരുന്നു. കോട്ടയ്ക്കകത്താണ് ഷാഫിയെ പോലുള്ളവർ ഇത്രയും വർഷം. അവർക്ക് ഈ പറയുന്ന ഈ BJPയുടെയും CPMന്റെയും പാലക്കാട്ടെ വലിയ എതിരാളി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരമേ ഉള്ളൂ, ഷാഫി പറമ്പിലിന് വലിയ പിന്തുണയുണ്ട്. അപ്പോൾ ആ ഒരു ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള വ്യക്തമായ ബോധ്യം വന്നതുകൊണ്ടാണ് AK ബാലനും ഈ വിഷയത്തിൽ ഒരു മിതത്വം പാലിച്ചിരിക്കുന്നത്. എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറുകയായിരുന്നു. ഇത് മാത്രമല്ല, ഈ പറയുന്ന സുരേഷ് ബാബു ചില കടന്നകൈ പ്രയോഗങ്ങളാണ് ഷാഫിക്കെതിരെ നടത്തിയത്. അതായത് സുന്ദരികളായ സ്ത്രീകൾക്ക് പിന്നാലെ പോകുന്നത്. അത് ബിന്ദുകൃഷ്ണ മറുപടി കൊടുത്തിട്ടുണ്ട്. ബിന്ദുകൃഷ്ണ ഇന്നിപ്പോൾ പറഞ്ഞത് അതിനെക്കുറിച്ച് വാർത്ത ചെയ്തിരുന്നു. അതെ. എന്താണ് അവരുടെ ഒരു പ്രസ്താവന? ബിന്ദുകൃഷ്ണ പറഞ്ഞ സുന്ദരികളായ സ്ത്രീകൾ എന്ന് നിങ്ങൾ പറയുമ്പോൾ അപ്പം മറ്റുള്ള സുന്ദരികളല്ലാത്ത സ്ത്രീകളുണ്ടോ? സത്യമല്ലേ ബിന്ദുകൃഷ്ണ ചോദിക്കുന്നത്? അപ്പൊ അവിടെ വരുന്നത് സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലാണ് ശരിക്കും സുരേഷ് ബാബുട്ടെ. അപ്പൊ CPM സ്ത്രീപക്ഷം എന്ന് പറയുമ്പോൾ അപ്പൊ സുന്ദരികളല്ലാത്തവരുണ്ടോ കേരളത്തിൽ? അപ്പൊ ഞങ്ങൾ സുന്ദരികളായ ഞങ്ങൾ നോക്കാറുള്ളൂ. അപ്പൊ ഷാഫി പറമ്പിൽ നോക്കുന്ന സുന്ദരികൾ, അപ്പൊ കേരളത്തിൽ സുന്ദരികളല്ലാതെ, അപ്പൊ അവിടെ ഒരു സ്ത്രീ അധിക്ഷേപമാണ് വരുന്നത് എന്നു. അതിൽ നിന്നാണ് ബിന്ദുകൃഷ്ണ തുടങ്ങുന്നത്. പിന്നെ അങ്ങ് തുടങ്ങുമായിരുന്നു CPMന്റെ ചില കുത്സിതങ്ങളും ചില കാര്യങ്ങളും. അപ്പൊ ഇത്തരത്തിൽ ഇങ്ങനെ CPM ഒരു സ്ത്രീപക്ഷം എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളെ അപമാനിക്കുന്ന തെറ്റ. അപ്പൊ കേരളത്തിലുള്ള സ്ത്രീകളെല്ലാം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ പുറകെ പോകുന്നതാണോ? ചോദിക്കുന്നത് ഒരു മഹിളാ കോൺഗ്രസ് ഒരു നേതാവ് കൂടിയാണ്. അപ്പൊ അവർ ചോദിക്കുന്നത് ന്യായമാണ്. അപ്പൊ ഈ കേരളത്തിലുള്ള സ്ത്രീകളെല്ലാം ഈ കോൺഗ്രസ്സുകാർ വിളിച്ചാൽ ഉടനെ അങ്ങ് പോകുന്ന സ്ത്രീകളാണോ? മൊത്തത്തിലുള്ള ഒരു ആക്ഷേപം നോക്കൂ. സുന്ദരികളായ സ്ത്രീകളെ എല്ലാം വെച്ച് ആക്ഷേപിക്കുന്നു. അപ്പം ഒരു ചോദ്യം ചോദിക്കുന്നു, സുന്ദരികളല്ലാത്തവരാരൊക്കെ? അപ്പൊ സുന്ദരികളായ സ്ത്രീകൾ എല്ലാവരും ഇങ്ങനെ പോകുമോ? അത് സ്ത്രീകളെ അപമാനിക്കുന്നത് അത്തരത്തിലൊരു സംസാരമാണ്. പക്ഷെ അതിനെ വിമർശിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇങ്ങനെയുള്ള ഈ ഞാഞ്ഞൂലുകൾ ഇത്തരത്തിൽ അധിക്ഷേപം ചൊരിയുമ്പോൾ അതിനെ ഒന്നും എതിർക്കാൻ ഈ CPMലെ സ്ത്രീകൾക്ക് പോലും കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ്. PP ദിവ്യൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലൊക്കെ വലിയ പോസ്റ്റിടലായിരുന്നു. പക്ഷെ ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരായ അധിക്ഷേപകരമായ പരാമർശങ്ങൾ വരുമ്പോൾ PK ശ്രീമതി, PP ദിവ്യ, ശൈലജ ഇവരാരും ഇതിനെ ഒന്നും പറയുന്നില്ല. പകരം ഈ സഖാക്കളുടെ ഇമ്മാതിരി വഷളത്തരങ്ങൾക്ക് ഇവർ പിന്തുണ കൊടുക്കുകയാണോ എന്നുള്ളതാണ് ചോദ്യം. എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല? എനിക്ക് ആ വിഷയത്തിലൊക്കെ കൃത്യമായി മറ്റേ പാർട്ടിയും കൊടിയും നിറവും ഒന്നും നോക്കാതെ പ്രതികരിക്കുന്ന CPIയിലെ ആനിരാജ മാത്രമാണ്. അവിടെ അങ്ങനെ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പറഞ്ഞു. ഈ ബാക്കിയുള്ള എല്ലാത്തിനും ഈ സഖാക്കളുടെ പിന്നിൽ നിന്ന് മറ്റേ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു സ്വഭാവമാണ് ഇവർക്കൊക്കെ ഉള്ളത്. പക്ഷെ എന്നിട്ട് ഇവരാണ് പറയുന്നത് ഞങ്ങൾ സ്ത്രീകൾ. കോൺഗ്രസിലെ മഹിളാ പ്രവർത്തകരാണ്. രാഹുലിന്റെ വിഷയം തന്നെ വന്നപ്പോൾ അവര് ഷാനിമോൾ ഉസ്മാനും ഒക്കെ ആദ്യം അവരാണെന്നേ. ഈ മുകേഷിന്റെ വിഷയം വന്നപ്പോൾ ഇതുപോലെ ഈ സഖാത്തികളിൽ എത്ര പേര് ആരും പ്രതികരിച്ചിട്ടില്ല, ഒരക്ഷരം മിണ്ടിയില്ല. എന്നിട്ടാണ് ഇവർ വന്നിരുന്നിട്ട് ഈ സ്ത്രീപക്ഷ ഡയലോഗ് അടിക്കുമ്പോൾ പരമ പുച്ഛം തോന്നി, ഇതിനൊക്കെ ആട്ടി വിടാൻ തോന്നുന്നു.
ഇത് എന്ത് പറയുന്ന സഖാക്കന്മാർക്ക് എന്തുമാവാ എന്നുള്ളത് നമുക്കറിയാം. ഇന്ന് KM ഷാജഹാനെതിരെ ഇത് എന്തുകൊണ്ടാണ് KJ ഷൈനെതിരെയുള്ള ആരോപണ പ്രസ്താവനയായിട്ട് ബന്ധപ്പെട്ട് ആദ്യം ഒന്ന് അറസ്റ്റ് ചെയ്യുന്നു, പിന്നെ അദ്ദേഹം വന്ന് വീണ്ടും ഒരു വീഡിയോ ചെയ്ത് അതിലെന്തൊക്കെയോ ഉണ്ട്, പക്ഷെ അദ്ദേഹം അതിനകത്ത് ഞാൻ കണ്ടില്ല. നിരന്തരം കയറി ഇറങ്ങി വീട് റെയ്ഡ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു എനിക്ക് ചോദിക്കാനാണ് പിണറായി സർക്കാരിന്റെ ഈ ഒരു പോലീസിന് ആർജവം ഇക്കാര്യത്തിൽ സഖാക്കന്മാരുടെ കാര്യത്തിലും കൂടെ എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് KJ ഷൈൻ ടീച്ചറിന്റെ ഇത് എങ്ങനെയാണ് പുറത്ത് വന്നതെന്നുള്ളത് നമുക്കറിയില്ല. അതിന്റെ റൂട്ട് വേരുകളൊന്നും തപ്പി പിടിക്കാൻ പോലും അവർക്ക് പറ്റാതെ ഈ പോസ്റ്റ് വീണ്ടും വീണ്ടും ഷെയർ ചെയ്യുന്നവരെ തപ്പി പിടിച്ചിട്ട് കാര്യമില്ല. ഇതിന്റെ റൂട്ട് എവിടെ നിന്നാണ്, ഈ കഥ എവിടെ നിന്നാണ് ഉരുത്തിരിഞ്ഞത്, അത് ഏത് നിങ്ങളുടെ CPM-ന്റെ തന്നെ ചില ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ് എന്ന് പറയുമ്പോൾ അവരെയല്ലേ പൊക്കേണ്ടുന്നത്. ഇതിന്റെ റൂട്ട് വേരെടുത്ത് കളയാതെ ഇത് വീണ്ടും വീണ്ടും വളർന്നുകൊണ്ടിരിക്കുക. അപ്പൊ പാമ്പിടിച്ച KJ ഷൈൻ ടീച്ചറിന് ഇത് വീണ്ടും പ്രശ്നമായിട്ട് വരത്തേ ഉള്ളൂ. സത്യം ആ ടീച്ചർ ഈ ഒരു ആരോപണം വെറുതെ മ്ലേച്ഛമായിട്ടുള്ള ആരോപണങ്ങളെ അപ്പൊ ടീച്ചറിന് വീണ്ടും പ്രശ്നമാകുന്ന തരത്തിൽ ഇത്തരത്തിൽ ആ റൂട്ടിന്റെ വേര് കണ്ടെത്താതെ വളർന്നുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്. അതായത് അതിൽ നിന്ന് കണക്ട് ചെയ്ത് പോകുന്നതാണ് ഇവർ കട്ട് ഈ കട്ട് ചെയ്യുമ്പോൾ നല്ല പുഷ്ടിയോടെ തന്നെ ഇത് വീണ്ടും വളരും എന്നുള്ളത് സഖാക്കൾ ഒന്നുകൂടി മനസ്സിലാക്കുക. അപ്പൊ ഇതിന്റെ റൂട്ട് തപ്പി ഇറങ്ങിയാൽ ചിലപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള ഇന്ന് ഇത്തരത്തിൽ പറഞ്ഞ സുരേഷ് ബാബുവിനെ പോലുള്ള പല സഖാക്കളും കാരണം ഇവർക്കൊക്കെ ഒരു മാനസിക രോഗമാണ്. ഇങ്ങനെയുള്ള ഒരു സാരിത്തുമ്പ് പിടിച്ചുള്ള വാർത്തകൾ മെനയാൻ ഒരു വല്ലാത്ത ഒരു പ്രത്യേക അനുഭൂതിയാണ്. ഇപ്പൊ ആ കാലാവസ്ഥയിലൂടെയാണ് CPM പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള ഈ പെൺവിഷയങ്ങൾ ഇനിയെങ്കിലും നിർത്തുക. നിരവധി കാര്യങ്ങളാണ് നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുള്ളത് അല്ലേ. അതിലേക്കൊന്നും പോകാതെ ഇങ്ങനെ സ്ത്രീ വിഷയത്തിൽ തന്നെ, കാരണം വേറൊന്നും പറയാനില്ല. ഇവര് നേടിയ നേട്ടങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒന്നുമില്ല. ഇതിപ്പോ ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിലുള്ള പരാമർശങ്ങളുമായി വന്നാൽ ഞാൻ നിയമ നടപടിക്ക് പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അദ്ദേഹം പോയിട്ടില്ല. ജില്ലാ കമ്മിറ്റി അങ്ങ് ആരോ കൊണ്ടൊന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് പോലീസ് എടുക്കാൻ സാധ്യതയില്ല. പക്ഷേ ഷാഫി അങ്ങനെ ഒരു നിലപാട് ഇന്നലെ പറഞ്ഞതോടുകൂടി തന്നെയാണ് നാണം കെട്ടു. അതായത് ഓവർ കോൺഫിഡൻസ് ആയിപ്പോയി ഈ പറയുന്ന ഈ സഖാവ് സുരേഷ് ബാബുവിന്. എല്ലാരും അങ്ങ് കൂടെ നിൽക്കും. പക്ഷേ പലരും അറിഞ്ഞിട്ടില്ല ഇത്. പക്ഷെ നല്ല ഒന്നാം തരം തെറിവിളികളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിവ് ചോദിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് മുട്ടുവിറച്ചു. അല്ല, ഒരിക്കലും ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ പ്രക്ഷോഭ ഇപ്പൊ ഒരാളുടെ ഇപ്പൊ പ്രക്ഷോഭയുടെ മേൽ ഞാനൊരു ആരോപണം ഉന്നയിക്കുവാണെങ്കിൽ എന്ത് ആരോപണത്തിന്റെ അടിസ്ഥാനം, അതിന്റെ തെളിവുകൾ വേണം. ഇനി മറ്റേതെങ്കിലും പാർട്ടിക്ക് വേണ്ടി ഞാനൊരു തേർഡ് പാർട്ടിയാണ്, വേറൊരാൾക്കാണ് ഇത്തരത്തിൽ പ്രക്ഷോഭയോടോ അല്ലെങ്കിൽ എന്നോടോ ഒരു ആരോപണം ഉന്നയിക്കുന്ന ആ വ്യക്തിയെ കൊണ്ടുവന്ന് നിർത്തണം. ആ പരാതിക്കാരിയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരുടെ കയ്യിൽ ഇന്ന തെളിവുകളുണ്ട്, ഇന്നതാണ് എന്നൊരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിട്ടെ അന്തസ്സായിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും ആ സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്നു. ഇത് ചുമ്മാതെ ബാംഗ്ലൂർ വിളിച്ചോണ്ട് പോകുന്നു. ഇതെന്താ പിമ്പോ? ഷാഫി ഈ പറഞ്ഞോണം ഷാഫി സുന്ദരികളായ പെൺകുട്ടികളെ എല്ലാം കൂടെ ബാംഗ്ലൂർ കൊണ്ടുപോകുന്നു. ഞാൻ വിചാരിച്ചു ഇത്രയ്ക്ക് അതപച്ചോ നമ്മുടെ കേരളത്തിന്റെ MP. അദ്ദേഹത്തിന് എന്താ സുന്ദരികളൊന്നും കണ്ടിട്ടില്ല, ഇനി ഇവിടെ ബാംഗ്ലൂർ കൊണ്ടുപോയിട്ട് എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നത്? ഇതൊക്കെ സത്യം പറഞ്ഞാൽ എന്തൊരു വൃത്തികെട്ട രാഷ്ട്രീയമായി പോയി CPM-ന്റേതെന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു അധപ്പതൻ. ഞാനൊക്കെ പണ്ട് കാലത്ത് SFI എന്ന് പറയുമ്പോൾ ഞാനും എനിക്ക് ഭയങ്കര ഒരു ഉണർവ്. ഞാൻ ആദ്യം SFIയിൽ വലിയൊരു ആരാധകയാണ്. അത് മത്സരിച്ചിട്ടുമുണ്ട് ഈ പറഞ്ഞോണം നമ്മുടെ സ്കൂൾ തലങ്ങളിൽ മുതൽ. അപ്പോൾ കോളേജ് കാലഘട്ടം വരെ ഞാൻ SFIയിലായിരുന്നു. ഉള്ളിലെങ്കിലും ഞാൻ കുത്തുന്നതും അത് തന്നെ. പുറത്ത് പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. പക്ഷെ ഒരു ചിന്താബോധമൊക്കെ ഉണ്ടായതിനു ശേഷം ഈ പ്രസ്ഥാനത്തെ ഞാൻ അങ്ങ് വെറുത്തുപോയി പ്രക്ഷോഭ. സത്യം, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പോലും ഈ പ്രസ്ഥാനത്തെ ഇപ്പോൾ വെറുത്തുകൊണ്ടിരിക്കുകയാണ്. പല കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് ഞാൻ പറയുമ്പം പറയുന്ന ഞങ്ങൾക്ക് തന്നെ നാണക്കേടെന്ന്. ഈ പ്രസ്ഥാനത്തിന്റെ ചുവടുവയ്പ് എങ്ങോട്ടെന്നാണ് ചോദിക്കുന്നത്. കാരണം പല അഴിമതിയും കൊള്ളരുതായ്മയും പെൺവിഷയവും എന്ന് വെച്ച് അട്ടപ്പട്ടലം എന്താ പറയുക തേഞ്ഞൊട്ടിയ പ്രക്ഷോഭയുടെ ഭാഷയെ പറഞ്ഞാൽ അത്രയ്ക്ക് തേഞ്ഞൊട്ടിയ ഒരു പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുക. നമുക്ക് സങ്കടമുണ്ട്. എത്രയോ നല്ല മഹാരഥന്മാർ ഒരു പക്ഷെ ഭരിച്ചിരുന്ന EMS-നെ പോലുള്ളവരൊക്കെ ഭരിച്ചിരുന്ന നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അധപതനം പിണറായി വിജയൻ സർക്കാർ വന്നതോടുകൂടി ഇത്രത്തോളം ആയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു സങ്കടം. ഒരുപക്ഷെ ഇത്രത്തോളം ഒരു ആളും ഭരിച്ച് ഇങ്ങനെ അങ്ങ് അധപ്പതിച്ചിട്ടില്ല. ചില അഴിമതി ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ കാണുമെങ്കിലും പക്ഷെ ഇത് ഒരു നിയന്ത്രണമില്ലാത്ത രീതിയിലായി പോയി. ആഭ്യന്തര, ആരോഗ്യം, വിദ്യാഭ്യാസം എവിടെയുണ്ട് പ്രക്ഷോഭ ഒരു നിൽക്കക്കള്ളി. കപ്പൽ മുങ്ങി അങ്ങ് അടിത്തട്ടും കഴിഞ്ഞ് അങ്ങ് പോയ ഒരവസ്ഥ, മാന്തി കീറി പോയ ഒരവസ്ഥയായി പോയി. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ തമാശയായിട്ടൊക്കെ പറയുന്നെങ്കിലും ഇനിയെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കേണ്ടുന്ന കാലം അതിക്രമിച്ചു. ഈ മുമ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മുകളിൽ നിൽക്കുന്നവരെ ഇനിയെങ്കിലും താഴേക്ക്
ജനങ്ങൾക്കിടയിലുള്ള നല്ല ഒന്നാന്തരം കമ്മ്യൂണിസ്റ്റുകാർ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനത്തിന്റെ അടിപ്പത അതാ നമ്മളിപ്പോൾ കണ്ട ത്രിപുരയിലും ഒക്കെ നമ്മൾ കണ്ട് എവിടെയെങ്കിലും കാണാനുണ്ടോ ഇവരെ കാണാനുണ്ടോ ഇല്ല എല്ലായിടത്തും കേരളത്തിൽ മാത്രം ഇങ്ങനെ പടർന്നു നിൽക്കുക അത് ഈ തവണത്തോടെ ഏകദേശം അതിന് പരിസമാപ്തിയാവും കാരണം എനിക്കറിയാം BJP കുറച്ചുകൂടി അറിയാം അവരൊക്കെ എന്ത് ഇതായിട്ട് കൃത്യമായിട്ട് രീതിയിലാണ് അവരൊക്കെ ഷാഫി ഏതെങ്കിലും ഒരു BJP-ക്കാർ പാലക്കാട് RSSന്റെ കോട്ടയാണ് പ്രശോഭ ഏതെങ്കിലും ഒരു RSSകാർ ഷാഫി ഇത്തരത്തിൽ ഇത് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും പെൺവിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വർഗീയതയുമായി ഒരു പക്ഷെ BJP-ക്ക് ഏറ്റവും കൂടുതൽ എടുക്കാൻ പറ്റുന്ന ഒരു ആയുധം ഷാഫിയുടെ പേരും മതവുമായിരുന്നു വർഗീയതയുടെ പേരിൽ എപ്പോഴെങ്കിലും BJP കടന്നാക്രമിച്ചിട്ടുണ്ടോ വടകരയിൽ നിന്ന പോലും അവിടുത്തെ BJP സ്ഥാനാർത്ഥി ഒരിക്കലും ഷാഫി ആ രീതിയിൽ കടന്നാക്രമിച്ചില്ല അവിടെ CPM ആണ് ഷാഫിക്കെതിരെ തിരിഞ്ഞത് അപ്പൊ ഇതൊരു വെറും ഒരു വൃത്തികെട്ട ഒരു മലീനസമായിട്ട് പുറത്തെടുക്കുന്നത് അത് ഈ ഷാഫിക്കെതിരെ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ അതിന് തെളിവുൾപ്പെടെ ഇനി പുറത്ത് ഇതങ്ങ് വിഷയം ചർച്ചയാകില്ല എന്നാണ് ഈ പറയുന്ന നേതാവ് കരുതിയത് പക്ഷെ കൈവിട്ടുപോയി കാരണം പലരും വിമർശിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനിയും ഇത്തരത്തിലുള്ള മറ്റേ ഇക്കിളി കഥകളും അല്ലെ രാഹുലിന്റെ കാര്യത്തിൽ കോൺഗ്രസ് എടുക്കുന്ന ചില ഇരട്ടത്തപ്പുണ്ട് രാഹുലിന്റെ കാര്യം കൂടെ പറയാം ഇവിടെ പരാതിക്കാരിയില്ല റീനി ആദ്യം ഉന്നയിച്ചു 3.5 വർഷം സൗഹൃദം സ്ഥാപിച്ച് എന്റെ ചാറ്റിങ് ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുക അത് ക്രൈംബ്രാഞ്ച് പോലും ഏറ്റെടുത്തിട്ടില്ല ക്രൈംബ്രാഞ്ച് തന്നെ പറഞ്ഞ് സാക്ഷിയാക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ആ ചാറ്റിങ് ഉള്ളത് കാരണം ഈ രണ്ടുപേരും കൂടെ കട്ടയ്ക്ക് ചാറ്റ് ചെയ്താൽ പിന്നെ എങ്ങനെ എവിടെ ആരെ ഇട്ട് പിടിക്കാനാണ് പിന്നെ രണ്ടാമത്തെ അവന്തിക എവിടെയാണെന്ന് ഇനി തപ്പി നോക്കണം എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് പിന്നെ അത് അല്ല ഇപ്പൊ പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇവർക്കെതിരെ രാഹുൽ തിരിഞ്ഞില്ല രാഹുൽ കൃത്യമായിട്ട് പറഞ്ഞു പക്ഷെ ഇവർക്കെതിരെ രാഹുൽ പരാതി കൊടുക്കേണ്ട സമയം കഴിഞ്ഞു അല്ലെ അവന്തികയ്ക്ക് എതിരെ അതൊരു പ്രസക്തമായ ചോദ്യമാണ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കും പക്ഷെ എപ്പോഴേ അപ്പൊ അങ്ങനെയാണെങ്കിൽ അവന്തികയ്ക്കെതിരെയും ഈ പറഞ്ഞ റിനിക്കെതിരെയും ഹണിക്കെതിരെയൊക്കെ രാഹുൽ എപ്പോഴേ കേസ് കൊടുക്കേണ്ട കാര്യം പക്ഷെ രാഹുലിന്റെ ഇപ്പൊ ഷാഫിയുടെയൊക്കെ ഒരു ചില വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് സ്ത്രീകളോടുള്ള ഒരു ചില അത് നമ്മൾ കാണാതെ പോലും ചില സ്വകാര്യമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അവർക്കൊക്കെ കാണും ഇപ്പൊ രാഹുലിനായാലും ചില സ്വകാര്യ പ്രണയങ്ങളോ സ്വകാര്യ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും അതായിരിക്കും ആ സ്വകാര്യതയിലോട്ട് കടന്നു കയറിയതാണ് ഇത് വലിയ വിഷയമായ അല്ലാതെ ഈ പറയുന്നോണം അവന്തികയുടെ കാര്യത്തിൽ റിനിയുടെ കാര്യത്തിൽ ഹണിയുടെ കാര്യത്തിൽ രാഹുൽ എന്തുകൊണ്ട് പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ അവർക്കെതിരെ കേസിന് തിരിയാത്തത് അദ്ദേഹത്തിനുണ്ടായ ചില മാനസിക വ്യതകൾ ഇതിനൊക്കെ ഒരു മറുപടിയുമായിട്ട് വരുമെന്ന് സദ്ദാം ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു പാലക്കാട് നേതാവാണ് പറഞ്ഞത് തീർച്ചയായിട്ടും രാഹുൽ ഇത് പ്രതികരിക്കും ഇതിനൊക്കെ ഒരു മറുപടി പറഞ്ഞ ഒരു കാര്യവും കൂടിയുണ്ട് രാഹുല് കോൺഗ്രസുകാരുടെ മാത്രം പിന്തുണയിലല്ലോ ജയിച്ചു BJP-ക്കാരും CPM കൂടെ വോട്ട് ചെയ്ത് ഒരുപക്ഷെ ഷാഫിക്ക് കിട്ടിയതിനേക്കാളും ഭൂരിപക്ഷത്തോടു കൂടിയാണ് രാഹുൽ ജയിച്ചതെന്ന് അപ്പൊ അവിടെ മനസ്സിലാക്കണം പാലക്കാട്ടെ ഒരു ജനവികാരം രാഹുലിനോടൊപ്പം ഉണ്ട് അതുകൊണ്ടാണ് രാഹുൽ അവിടെ ചെന്നപ്പോൾ എല്ലാവരും സ്ത്രീകൾ ഇറങ്ങി വന്ന് ഹഗ് ചെയ്തു അതിന് അസൂയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല അതുപോലെ ഒരു നേതാവിന്റെ അടുത്ത് പ്രത്യേകിച്ച് CPM-കാരുടെ അടുത്ത് ആരും ചെല്ലത്തില്ല ഈ CPM-ന്റെ ഒരു നിലപാടുണ്ടായിരുന്നു ഈ രാഹുൽ വിഷയം കഴിഞ്ഞതിന് ശേഷം അതായത് പാർട്ടി മുന്നോട്ട് വെച്ചൊരു ഇത് ഈ അടുത്ത കാലത്തായിട്ട് വടകര മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ CPM-ന് നേരെ ഒരു വലിയ വിമർശനമുള്ളത് ഇങ്ങ് കോൺഗ്രസിൽ 2-3 ചെറുപ്പക്കാരുണ്ട് അവർ വളർന്നു വരുന്നുണ്ട് വളർന്നു പന്തലിക്കുന്നത് CPM-ന് ഒരു വലിയ തിരിച്ചടിയാണ് അതുകൊണ്ട് അവരെ ഇല്ലാതാക്കാൻ പെണ്ണ് കേസ് ഇറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിക്ക് നേരെ ഒരു വിമർശനം ഉണ്ടായിരുന്നു അപ്പോൾ രാഹുലിന്റെ കാര്യത്തിൽ നമ്മൾ അത് കണ്ടു രാഹുൽ വിഷയം കഴിഞ്ഞതിന് ശേഷം പാർട്ടി കൃത്യമായി പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള പെണ്ണ് കേസുകളിൽ എടുത്ത് പ്രയോഗിക്കരുത് എന്നുള്ള ഒരു താക്കീത് കൊടുത്തതാണ് പക്ഷെ അതിനെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന പാലക്കാട്ടെ സുരേഷ് ബാബു ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചത് അതുകൊണ്ടാണ് തൊട്ടല്ല ആദ്യം പെണ്ണ് കേസിൽ പെടുത്തി ഇവരെയൊക്കെ ഒന്നും ഇതാക്കാൻ പക്ഷെ അതിൽ രാഹുൽ വിഷയം വന്നപ്പോ ബൂമറാങ് തിരിച്ചടിച്ചു ആരാധകർ കൂടി സാധാരണ പെൺവിഷയമൊക്കെ വന്ന പെൺകുട്ടികൾ സാധാരണ ഇങ്ങനെയൊക്കെ ഉള്ളവരെ പഞ്ഞിക്കിടുന്ന തരത്തില്ല ഇപ്പൊ വേടന്റെ വിഷയം വന്നപ്പോഴും ഇത് തന്നെയല്ലേ സംഭവിച്ചത് വേടൻ ആരാധകർ കൂടിയിട്ടേ ഉള്ളൂ ഈ പറഞ്ഞോണം രാഹുലിന്റെ വിഷയം വന്നപ്പോ അത് വേടന്റെ വിഷയം വന്നപ്പോൾ ഒന്നുകൂടി പറയേണ്ടി വരും ഒരു സ്ത്രീ പറഞ്ഞാണ് ഒരു വ്ളോഗർ പറഞ്ഞതാണ് നല്ല ഒന്നുമില്ലാത്ത സമയത്ത് ദാരിദ്ര്യത്തിൽ കിടന്നിരുന്ന സമയത്താണ് ഡോക്ടറിനെ മറ്റേ വലിയ 5-സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആഹാരത്തിന് പോലും നിവർത്തിയില്ലാത്ത സമയത്ത് അപ്പൊ ഇത്തരത്തില് ആരാധികമാര് കൂടിയിട്ടേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ യുവജനങ്ങളെയും കൂടെ ഒക്കെ ഈ പറയുന്ന സഖാക്കൾ മനസ്സിലാക്കാൻ നിങ്ങളുടെ പണ്ടത്തെ കാലത്ത് ബീഡി വലിച്ചുകൊണ്ടിരിക്കുന്ന സഖാക്കന്മാരുടെയും സഖാത്തിമാരുടെയും ഒക്കെ കാലഘട്ടം കഴിഞ്ഞു ഇപ്പോൾ ഉള്ള കുട്ടികളെല്ലാം വിദ്യാഭ്യാസമുള്ള അവർക്കൊക്കെ സ്വയബുദ്ധി ഉള്ളവരാണ് അപ്പൊ ഇതിൽ ഏത് ശരി ഏത് തെറ്റെന്നൊക്കെ വിഭജിച്ചറിയാനുള്ള പക്വതയും പ്രായവും ഒക്കെ എല്ലാ സ്ത്രീകൾക്കും എല്ലാ പുരുഷന്മാർക്കും ഉണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇനി കേരളത്തിൽ വില പോകത്തില്ല ഇനി ശരിക്കും വന്നാൽ
പോലും നീതി കിട്ടത്തില്ല ഒരു പെൺകുട്ടിക്ക്. അതാണ് ഇപ്പൊ വന്നിരിക്കുന്ന ഒരു വസ്തുത. ഇനിയിപ്പോ രാഹുൽ വിഷയത്തിൽ എന്ന് വെച്ചാൽ രാഹുലിന് പെട്ടുപോയത് ആ ഓഡിയോ ക്ലിപ്പിലാണ്. പക്ഷെ അതിലെ ഒരു സ്വകാര്യതയുണ്ട്. അത് എന്തുകൊണ്ട് അദ്ദേഹത്തിന് പുറത്ത് പറയാൻ പറ്റില്ല? അപ്പോഴും ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത്, അതിനകത്ത് രാഹുൽ എവിടെയും അത് എന്റേതല്ലെന്ന് പറയുന്നില്ല, ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, അതിലും പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ പ്ലാൻ ചെയ്തത് ഇങ്ങനല്ലല്ലോ. അത് തികച്ചും ഒരു വ്യക്തിയുടെ സ്വകാര്യതയാണ്. ഇതിലേക്ക് ഒരു പക്ഷെ അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വോയിസ് ക്ലിപ്പായിരുന്നു. ഇവരുടെ ബെഡ്റൂമിലല്ലേ ഇത് വെച്ചിരിക്കുന്നത്? സത്യം. ഇത് പണ്ട് ഇല്ല പറഞ്ഞു, ഇന്നും വി ഡി സതീശൻ പറഞ്ഞതുപോലെ മറ്റേ CPM പാർട്ടി നേതാവിന്റെ ബെഡിനടിയിൽ ക്യാമറ വെച്ച വെപ്പ് ഇനിയും പല നേതാക്കന്മാരുടെ അടിയിൽ CPM തന്നെ വെക്കുമെന്ന് പറഞ്ഞതുപോലെ ഇത് ഒരു പക്ഷേ അവരുടെ ഒരു ഭാര്യയും ഭർത്താവും ആണ് രാഹുൽ, അല്ലെങ്കിൽ പ്രണയിനിയാണ്, അല്ലെങ്കിൽ ലിവിങ് ടൂതർ ആണ്. രാഹുലിന് അതൊക്കെ ചെയ്യാമല്ലോ, അല്ലാതെ ഒരു രാഷ്ട്രീയ നേതാവിന് സന്യാസിയായിട്ട് ജീവിക്കണമെന്നില്ല. അപ്പൊ അത്തരത്തിലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ബെഡ്റൂമിൽ പറയുന്ന ഈ സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടുന്നു. അപ്പൊ ഇനിയിപ്പോ പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരൊക്കെ ഒന്ന് സൂക്ഷിക്കുക, നിങ്ങളുടെ ബെഡിന്റെ അടിയിലാണോ എവിടെയാണ് ഇത്തരത്തെ ക്യാമറ കണ്ണുകളൊക്കെ ഷൈൻ ടീച്ചർ പറഞ്ഞത് കോൺഗ്രസിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു എന്നാണ്. അതെ, ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും കൊടുക്കൽ എന്നുള്ളത് ഏകദേശം മനസ്സിലാവുന്നുണ്ട്. ഏതായാലും വെറും നാറിയ രാഷ്ട്രീയ കളിയിലേക്ക് പോവുകയാണ്. ഏതായാലും ഷാഫിയെ ഒന്ന് തൊട്ടാനും ഞോണ്ടാനും ഒക്കെ പലരും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നടന്നില്ല. 8 നിലയിൽ ചീറ്റിപ്പോയി അല്ലേ. ഇനി എന്തായാലും സുരേഷ് ബാബു ഏതെങ്കിലും സാരിത്തുമ്പ് പിടിച്ച് എന്തെങ്കിലുമൊക്കെ ക്ലിപ്പിംഗ് വേണമെങ്കിൽ നമുക്കത് കാണാം. അതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ, അടുത്ത ചർച്ചയ്ക്കായിട്ട്. 24 മണിക്കൂറായി എന്നിട്ട് ഇതുവരെ ഒന്നും പുറത്തു വിട്ടിട്ടില്ല. അല്ല, വിടട്ടെ, പരാതിക്കാരിയും കൂടെ വേണം. വെറുതെ അവിടെ നിന്ന് ഇവിടുന്ന് രാഹുലിന്റെ മറ്റേ വോയിസ് ക്ലിപ്പ് പകുതി കട്ട് ചെയ്ത് പാവം പിടിച്ചവനെ തൂക്കിലേറ്റിയതുപോലെ കൊണ്ടുവന്ന് വിട്ട ഇനി ഇതേപോലെ ചർച്ചയ്ക്ക് ഞങ്ങൾ വീണ്ടും വരേണ്ടി വരും. നന്ദി.